ഹലോ ഹായ് നമസ്കാരം. നോളജ് ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നോക്കി അഡീഷനും സബ്ട്രാക്ഷനും ഓരോ വേരിയബിളിന് പവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണെന്ന് നമ്മൾ പവർ റൂൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നോക്കി എക്സ് ക്യൂബ് പ്ലസ് 2x എന്ന് പറയുന്ന രണ്ട് ടേംസ് ഉള്ള ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആദ്യം കാണും നമ്മൾ. ഇങ്ങനെ എഴുതുമോ നമ്മളിതിനെ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x. അപ്പൊ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം എത്രയാ? 3x² പ്ലസ് 2xന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ 2 × 1 എന്ന് വരും, അതായത് 2 എന്ന് വരും. അതായത് 3x² പ്ലസ് 2 എന്ന് വരും. അതായത് നമ്മൾ പ്ലസ് മൈനസ് വന്നാൽ സെപ്പറേറ്റ് ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ഫംഗ്ഷന്റെ മൊത്തം ഡെറിവേറ്റീവ് കിട്ടും. ഇനി അടുത്ത് നോക്കി 3x² പ്ലസ് 2 അതിനെങ്ങനെ ഡെറിവേറ്റീവ് ആണ്? ഡി ബൈ ഡി എക്സ് ഓഫ് 3x² പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 അല്ലെ? 3x² ഡെറിവേറ്റീവ് 3 കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ വെക്കും. x² ഡെറിവേറ്റീവ് 2x ആണ് പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 2 6x എന്ന് കിട്ടും. പ്ലസ് 0 വേണ്ട, 6x ആയിരിക്കും എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോരുത്തരുടെ കണ്ടുപിടിക്കുക. അതായത് x⁵5ന്റെ ആദ്യം കണ്ടുപിടിക്കുക. എന്താ x⁵5ന്റെ ഡെറിവേറ്റീവ്? തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. പവർ ഉള്ള ടേം അങ്ങനെ തന്നെ എഴുതും. എക്സിന്റെ പവർ നമ്മളൊന്ന് കുറയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും? 5x⁴ എന്ന് കിട്ടും. മൈനസ് 2 × എക്സിന്റെ ഡെറിവേറ്റീവ് അഗെയിൻ 1 ആണ്. അപ്പൊ 2 മൈനസ് 4ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 5x⁴ മൈനസ് 2 എന്ന് എന്ത് കിട്ടും? ഫൈനൽ ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇനി അതുപോലെ തന്നെ അടുത്ത ടേം നോക്കി 5 × x⁴. ഒറ്റയടിക്ക് പറഞ്ഞോ 5 × x⁴. 5 × 4 × x⁴ മൈനസ് 3 × എക്സ് ക്യൂബിന്റെ 3x² മൈനസ് 4 × x²ന്റെ 2x പ്ലസ് 1ന്റെ 0. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20x³ മൈനസ് 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ 9x² മൈനസ് 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8x. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് അഡീഷൻ റൂൾ വരുന്നത്. ഈ അഡീഷൻ റൂളിൽ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? നിങ്ങളത് നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈ 2 ക്വസ്റ്റ്യൻസ് ഇതൊന്നുമില്ല. സൈനിക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. സൈനിക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ റൂൾ പറഞ്ഞാൽ എന്തായിരുന്നു? അത് കോസ് ആയിരുന്നു. അതുപോലെ കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈനിക്സ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ആൻസർ വരും കോസ് എക്സ് മൈനസ് സൈനിക്സ്. അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ഇ⁻⁴ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. അപ്പൊ ഇ⁻⁴ ഡെറിവേറ്റീവ് ഇ⁻⁴ തന്നെ. അപ്പൊ ഇങ്ങനെ വരും. ലോഗ് എക്സിന്റെ 1/x പ്ലസ് ഇ⁻⁴ എന്ന് വരും ഇതിന്റെ മൊത്തം ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാ? ട്രൈ ചെയ്യും. അടുത്ത റൂൾ എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. മൾട്ടിപ്ലിക്കേഷൻ റൂള് പഠിച്ചു വെച്ചേക്കാം. ഇങ്ങനെയാണ്. നമ്മളിപ്പോ 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നേരെ നമ്മളൊരു x³ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് 2 ആൾക്കാരുണ്ട്. ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സ് സൈൻ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക് ഫംഗ്ഷൻ ആണ്. അതുപോലെ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ 2 ഫംഗ്ഷൻസ് ആണ്. അങ്ങനെ 2 ഫംഗ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് പ്രോഡക്റ്റ് റൂള്, UV റൂള്, അങ്ങനെയൊക്കെ അതിന്റെ പേര് പറയാറുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് റൂള്, UV റൂൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 2 ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ഇതെന്ന് പറയുന്നത്. UV റൂളും പ്രോഡക്റ്റ് റൂൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നോക്കി, U എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും B എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? U × dv/dx പ്ലസ് V × du/dx. അതായത് ഇതിങ്ങനെ ഇത്രയേ ഉള്ളൂ. ഈ U എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? UVയുടെ ഡെറിവേറ്റീവ് ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നതെങ്കിൽ U എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടോ, അത് അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് അപ്പുറത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. പ്ലസ് ഇട്ടു. രണ്ടാമത്തെ ആളെ ഇനി അങ്ങനെ തന്നെ വെച്ചു. ഒന്നാമത്തെ ആളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അപ്പൊ ആദ്യത്തെ ആളെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചപ്പോ രണ്ടാമത്തെ ആളുടെ ഡെറിവേറ്റീവ് ആണ് കണ്ടത്. പ്ലസ് ഇട്ടു. രണ്ടാമത്തെ ആളെ വെച്ചിട്ട് ആദ്യത്തെ ആളുടെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ ആൾ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ആദ്യത്തെ ആളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. അപ്പൊ നോക്കി, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സൈൻ എക്സ്. ഇതിൽ U എന്ന് പറയുന്നത് ആരാണ്? എക്സ് ആണ്. V എന്ന് പറയുന്നത് ആരാണ്? സൈൻ എക്സ് ആണ്. അപ്പൊ നോക്കി, എക്സ് × dv/dx അല്ല, U × dv/dx. U എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു dv/dx എന്ന് വെച്ചാൽ V എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? കോസ് എക്സ് ആണ്. പ്ലസ് ഇനി V എന്ന് പറയുന്നത് ആരാ? സൈൻ എക്സ്. du/dx. U ആരാ? നമ്മുടെ പറയുന്നത് എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഇങ്ങനെ വരും. എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് × 1 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ റൂള് വെച്ചിട്ട് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ റൂൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാ?
ഓക്കെ, നമുക്ക് തന്നെ ചെയ്യാം. നോക്കുക, ഇതിന് നമ്മൾ യു എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ വി എന്ന് കൊടുത്തു. നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യത്തെ ആളെ അങ്ങനെ തന്നെ വെക്കും. ഉള്ളു കാണാനൊന്നും പഠിക്കണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. ആദ്യത്തെ ആളെ അങ്ങനെ തന്നെ വെക്കും. ഇൻറ്റു രണ്ടാമത്തെ ആളുടെ ഡെറിവേറ്റീവ്, അതായത് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്, അത് ഇ റൈസ് ടു എക്സ് ആണ്. നമ്മൾ പഠിച്ചത് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ് പ്ലസ് ഇട്ടു. ഇനി രണ്ടാമത്തെ ആൾ അങ്ങനെ തന്നെ വെക്കും. രണ്ടാമത്തെ ആൾ ആരാ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ആദ്യത്തെ ആളുടെ ഡെറിവേറ്റീവ്, ആദ്യത്തെ ആൾ ആരാ? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. 2 ഇൻറ്റു എക്സ്. ഇപ്പൊ എന്തായി നമുക്ക്? ഇ റൈസ് ടു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് 2x. വേണമെങ്കിൽ ഇതുവരെ മതി. എ റൈസ് ടു എക്സ് രണ്ടിലും കോമൺ അല്ലേ, അപ്പൊ നമുക്ക് അതിന് പുറത്തേക്ക് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x. ഇതാണ് എന്ത് ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി അടുത്തത് നോക്കി, അടുത്തത് ഡിവിഷൻ റൂളാണ്. ഡിവിഷൻ റൂളും ഇതുപോലെ തന്നെ സിമ്പിൾ ആണ്. ഡിവിഷൻ റൂൾ നോക്കി, ഡിവിഷൻ റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: യു ബൈ വി എന്ന് പറയുന്ന രണ്ട് ആൾക്കാരുണ്ട്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത്, നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു, ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ നോക്കി, വി എന്ന് പറഞ്ഞ ആളെ ആദ്യം എഴുതി. നേരത്തെ നമ്മൾ എഴുതിയത് ആദ്യത്തെ ഫംഗ്ഷനാണ്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ആരാ? താഴെ കിടക്കുന്ന ഫംഗ്ഷനാണ് ആദ്യം എഴുതട്ടോ. ഡിനോമിനേറ്ററിലുള്ള ആള് ഇൻറ്റു ന്യൂമറേറ്ററിലുള്ള ആളുടെ ഡെറിവേറ്റീവ്. അപ്പൊ നോക്കി, വി ഇൻറ്റു താഴെ കിടക്കുന്ന ആൾ ഇൻറ്റു ന്യൂമറേറ്ററിലുള്ള കിടക്കുന്ന ആരാ? യു, അതിന്റെ ഡെറിവേറ്റീവ് മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ നമുക്ക് എന്താണ്? മൈനസ് ആണ്. മുകളിലുള്ള ആള്, അതായത് നമ്മുടെ യു ഇൻറ്റു താഴെയുള്ള ആളുടെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ, കഴിഞ്ഞിട്ടില്ല. ഇനി താഴെയുള്ള ആളുടെ എന്തും കൂടി ഉണ്ട്? സ്ക്വയറും കൂടി ഉണ്ട്, അതായത് വി സ്ക്വയർ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കി, യു ബൈ വി, ഇവിടെ യു ആരാണ്? നമ്മുടെ സൈൻ എക്സ് ആണ്. വി എന്ന് പറയുന്നത് ആരാണ്? എക്സ് ആണ്. അപ്പൊ നോക്കി, വി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആണ്, എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ എക്സ് എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് പഠിച്ചതാണ് നമ്മൾ എത്രയാ? കോസ് എക്സ് മൈനസ് യു ഇൻറ്റു യു എന്ന് പറയുന്നത് ആരാ? സൈൻ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, വി എന്ന് പറയുന്നത് അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1 ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഇത്രയുള്ളൂ, കഴിഞ്ഞു. ഇനി അത് ഒന്നുകൂടി ഇൻറ്റു ഒന്നും ഇല്ലാതെ വൃത്തിയായിട്ട് ചെയ്താൽ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. വെരി സിമ്പിൾ, ശരിയല്ലേ? എളുപ്പല്ലേ? ഓക്കെ, ഇതാണ് ഇതെന്ന് പറയുന്നത് കോഷ്യൻ റൂള്, ഡിവിഷൻ റൂൾ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഫറൻസിയേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനിയും ഡിവിഷൻ റൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ട് ഫംഗ്ഷൻ എടുത്തിട്ട് ചെയ്തു നോക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഡിവിഷൻ റൂളിലും പ്രോഡക്റ്റ് റൂളിലും നമുക്ക് കിട്ടുന്നത് രണ്ട് ഫംഗ്ഷൻസ് ആയിരിക്കും. അതായത് ഇപ്പൊ 2x എന്ന് പറയുന്നത് 2 കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയല്ല, അതല്ലാതെ 2ന്റെ സ്ഥാനത്ത് വേറൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ ലോഗരിതമിക് ഫംഗ്ഷനോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനോ ആര് വന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? യു വി റൂളും, അല്ലെങ്കിൽ ഡിവിഷനിലാണെങ്കിൽ നമുക്ക് ഡിവിഷൻ റൂളും ഉപയോഗിക്കാം. ഓക്കെ, പ്രോഡക്റ്റ് റൂളോ ഡിവിഷൻ റൂളോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിഫറൻസിയേഷന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസിൽ പറയുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് ഓരോ റൂൾസിനും ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.